എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഫ്രാങ്കി അവൻ ഫുൾ കലിപ്പില് ലൂഫിയോട് പറയും, മര്യാദക്ക് എന്റെ ചട്ടി തിരികെത്താ, എന്റെ ട്രൗസർ എനിക്ക് കിട്ടിയിട്ടില്ല എങ്കില് നീ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് അവൻ വമ്പം പോസില് അങ്ങനെ നിൽക്കും. ജനങ്ങളാണെങ്കില് ചുറ്റും കൂടി നിന്ന് മൂക്കത്ത് വിരൽ വെക്കും. അവർ നിലവിളിച്ച് പറയും, ഫ്രാങ്കി നീ എന്തെങ്കിലും ഒന്ന് എടുത്ത് നിന്റെ ശരീരത്തിട്, നിന്റെ നാണം മറക്കേ. സ്ത്രീകളും കുട്ടികളും ഒക്കെ നിന്റെ സസ്പെൻസ് കണ്ട് ഷോക്ക് ആവുകയാണ്. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ജനങ്ങൾ പറയും, ഇങ്ങനെ ഇവിടെ കഴിയുന്നതിലും ഭേദം ഇവിടുന്ന് പോകുന്നതാണ്, ദയവ് ചെയ്ത് അവരോടൊപ്പം പോ. ഇവിടെ ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായി ആ ജട്ടി അത് കയ്യിലിട്ട് കറക്കും. ഫ്രാങ്കി, നിന്റെ മുൻപില് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, മര്യാദക്ക് ഞങ്ങളുടെ ടീമിൽ വന്ന് ചേരുക. ഫ്രാങ്കി ചോദിക്കും, നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഒരു ജട്ടി എടുത്ത് പിടിച്ചു വെച്ചാണോ നിങ്ങളുടെ ടീമിലേക്ക് ആളെ കൂട്ടുന്നത്? അത് കേട്ട് നാമി അവള് കൈ ചുരുട്ടി ലൂഫിക്കിട്ട ഒറ്റ ഇട്ടി. നീ അത് കാണുന്നില്ലേ? അവൻ ഒരു നാണവും മാനവും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതിന്റെ കൂടെ നീ വീണ്ടും വീണ്ടും അവനെ വാശി കയറ്റുകയാണോ? റോബിൻ അവളിപ്പോ ലൂഫിയോട് ചോദിക്കും, അവന് വരാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഉടനെ ലൂഫി പറയും, അവന്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, ഐസ്ബർഗ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതല്ലേ അവനെ കൊണ്ടുപോകണമെന്ന്. അവന്റെ ലൈഫ് അത് സേഫ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതിന് റോബിൻ അവൾ ചിരിക്കും. ഉടനെ രണ്ട് കൈ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ കിടുങ്ങാമണി അവള് ലോക്ക് ചെയ്ത് പിടിക്കും. അതിനുശേഷം ആഞ്ഞൊരു അമർത്തല്. ആ ഒരു അമർത്തലില് വേദന കൊണ്ട് നോ എന്ന് പറഞ്ഞ് ഫ്രാങ്കി അവൻ അലറിക്കാറും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. അവർ മുഖം പൊത്തി അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. അയ്യോ വേണ്ട വേണ്ട റോബിൻ, അവനെ വെറുതെ വിട്, അവൻ നല്ലൊരു ആൺകുട്ടി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ വേണം. ജനങ്ങളും ഇപ്പൊ വിളിച്ചു പറയും, റോബിൻ അവനെ വിട്, ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്. ഉടനെ റോബിൻ അവളിപ്പോ അവനോട് ചോദിക്കും, നിനക്ക് ഞങ്ങള് വലിയൊരു ഓഫർ തരാണ്, ഇത് നിരസിച്ച് നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാരണം അതെന്നോട് പറയണം. ഫ്രാങ്കിക്കാണെങ്കിൽ അത് പറയാൻ പോയിട്ട് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല. അവന്റെ ബോഡി മുഴുവൻ ഷോക്കടിക്കുന്ന പെയിനാണ്. ഫ്രാങ്കി അവന്റെ വേദന കടിച്ചു പിടിച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് ആക്ച്വലി നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇവിടം വിട്ടു വന്ന എന്നെ വിശ്വസിച്ച് ഇത്രയും കാലം എന്റെ കൂടെ നിന്നവരെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഞാനില്ലാതെ അവർക്ക് ജീവിക്കാനാവില്ല. മാത്രമല്ല എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ വാട്ടർ 7 ചെയ്യാനുണ്ട്. എന്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു നിങ്ങൾക്ക് തന്നതുപോലെ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കുക എന്നത്. ആ ഒരു ഡ്രീം അത് അച്ചീവ് ചെയ്ത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനിയൊരു ഷിപ്പ് ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറയുമ്പോഴേക്കും ഐസ്ബർഗ് അവൻ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കലും അല്ല, നിന്റെ ലൈഫിലെ ഗോള് അത് അതുപോലെ ഒരു കപ്പൽ ഉണ്ടാക്കുക എന്നതല്ല. ഫ്രാങ്കി ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. അപ്പോഴായിരിക്കും ഐസ്ബർഗ് പറയാ, നീ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? ഒരു വലിയ പൈററ്റ് കപ്പൽ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അതിൽ സെയിൽ ചെയ്ത് പ്രയാസങ്ങളൊക്കെ താണ്ടി കടലിന്റെ തന്നെ ഏറ്റവും എഡ്ജിലെത്തി ഈ കടലിനെ തോൽപ്പിക്കണം, അതാണ് നിന്റെ ആഗ്രഹം. കട്ട് ചെയ്ത ഫ്രാങ്കി അവനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൻ 2 സെക്കൻഡ് എന്തൊക്കെയോ ആലോചിക്കും. അതിനുശേഷം വീണ്ടും നിലവിളിച്ചു പറയും, അയ്യോ ദയവ് ചെയ്ത് പണ്ടം പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ എന്റെ ഡ്രീം അത് ചേഞ്ച് ചെയ്തത്. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് എന്റെ ഡ്രീമിനെ കുറിച്ച് ഇവനോട് പറയാൻ കഴിയാതിരുന്നത്. പക്ഷെ ഐസ്ബർഗ് ആണെങ്കിൽ അത് സമ്മതിക്കില്ല. ഒരിക്കലുമില്ല, നീ പറയുന്നത് അത് 100% കളവാണ്. നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പ്രശ്നം അത് നിഴങ്ങലിച്ച് നിൽക്കുന്നുണ്ട്. നീ കാരണമാണ് ടോമിന് അങ്ങനെ ഒരു ഗതി ഉണ്ടായത് എന്ന ചിന്തയിലാണ് ഇപ്പോഴും നീ. അത് തിരുത്താനാണ് നിന്റെ ബാക്കിയുള്ള ലൈഫ് ടൈം അത് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നതും. ആക്ച്വലി ടോം ഫ്രാങ്കി ചെയ്ത തെറ്റ് അത് അന്ന് തന്നെ ക്ഷമിച്ചതാണ്. ഫ്രാങ്കി അവൻ ചെയ്ത കപ്പല് അതവൻ ചെയ്തതല്ല എന്ന് കളവ് പറഞ്ഞപ്പോൾ മാത്രമാണ് ടോം അവനെ കൈനീട്ടി അടിച്ചത്. ഒരു കാരണവശാലും ഒരു ഷിപ്പ് റൈറ്റ്സും അവരുടെ കപ്പലിനെ തള്ളിപ്പറയാൻ പാടില്ല. അത് ടോമിന് നിർബന്ധമായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഷിപ്പ് അതൊരു കാരണവശാലും നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. അതിന് പല കാരണങ്ങളാൽ ഷിപ്പിനെ പല ആവശ്യങ്ങൾക്കും പലരും ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷിപ്പ് അത് നമ്മുടേതല്ലാതെ ആവുന്നില്ല. അതിനുശേഷമാണ് ഫ്രാങ്കി അവൻ ഐലാൻഡിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയത്. ബാക്ക് സ്ട്രീറ്റില് ജോലിയും ഭക്ഷണവും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടിയവരെ എല്ലാവരെയും അവൻ ഒത്തുകൂട്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് എല്ലാം തന്നെ ഫ്രാങ്കി പ്രൊവൈഡ് ചെയ്തു. ആക്ച്വലി ഞങ്ങളുടെ മാസ്റ്റർ ടോമിന് ഈ സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫ്രാങ്കിയും ഈ സിറ്റിയെയും ഈ സിറ്റിയിലുള്ളവരെയും സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കുന്നത്. ഐസ്ബർഗ് ഫുൾ കലിപ്പില് ഇപ്പൊ ഫ്രാങ്കിക്ക് നേരെ വിരൽ ചൂണ്ടും. നീ എപ്പോഴും ഇതുപോലെ തന്നെയാണോ
ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ടോമും ഓൾറെഡി നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. നിന്റെ ലൈഫ് അതിങ്ങനെ സ്പോയിലാക്കാനാണോ നിന്റെ പ്ലാൻ? ഒരു കാരണവശാലും ഞാൻ അതിന് നിന്നെ അനുവദിക്കില്ല. ഫ്രാങ്കി, നീ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, നീ നിനക്ക് തന്നെ മാപ്പ് കൊടുക്കുക. ഇത് നിന്റെ ജീവിതമാണ്. നിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓടാനുള്ള സമയമാണ്. അതേ ഫ്രാങ്കി, നീ ഒരു അടിപൊളി സെയിലറാണ്. നീ നിന്റെ സ്വപ്നങ്ങൾ തേടി പോയേ പറ്റൂ. അത് കേട്ട് ഫ്രാങ്കി അവനങ്ങനെ പൊട്ടിക്കരയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് ടോമിനെ ആലോചിക്കും. ആ സമയത്ത് ഫ്രാങ്കി ടീംസ് അവരെന്തോ ഒരു സാധനം ഇപ്പൊ ഫ്രാങ്കിക്ക് മുൻപിലേക്ക് വലിച്ചെറിയും. ആ ശബ്ദം കേട്ട് ഫ്രാങ്കി കണ്ണു തുറക്കും. അത് മറ്റൊന്നുമല്ല, ഫ്രാങ്കിയുടെ വലിയൊരു ബാഗ്. അവര് പറയും, നിനക്ക് ഒത്തിരി ദൂരം പോവാനുള്ളതല്ലേ, സോ നിന്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത ബാഗാണിത്. നിനക്കിപ്പം ഞങ്ങളോട് നല്ല ദേഷ്യം ഉണ്ടാവും, പക്ഷെ ഞങ്ങളോട് ക്ഷമിക്കണം, ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതിന് ഫ്രാങ്കി ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് ആദ്യമേ എല്ലാം തന്നെ മനസ്സിലായിരുന്നു. എന്റെ ജട്ടി നിങ്ങൾ അടിച്ചു മാറ്റിയപ്പോഴേ നിങ്ങളുടെ കുരുട്ടു ബുദ്ധി അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ കരുതിയാലും എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ ഒരു പൈലറ്റാക്കി മാറ്റാൻ പറ്റുമെന്ന് കരുതണ്ട. എന്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടും എനിക്കുണ്ട്. അതിനവര് പറയും, അതേ ബോസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ മണ്ടന്മാരായിരിക്കാം, ബുദ്ധിയില്ലാത്തവരായിരിക്കാം, കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരായിരിക്കാം. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് ശരിക്കും പ്യുവറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തത്. അത് കേട്ട് ഫ്രാങ്കിക്ക് അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല റോബിനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ സെൻട്രൽ ബോൾട്ട് അതങ്ങനെ പിടിച്ചു ഞെരിക്കുകയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ വേദന കാരണം എന്താ പറയേണ്ടതെന്ന് കൂടെ അറിയില്ല. അവന്റെ നിലവിളിയും കരച്ചിലും കണ്ട് പാവൻ ലൂഫിക്ക് പോലും അത് കണ്ടു നിൽക്കാനാവില്ല. അവൻ റോബിനോട് പറയും, റോബിൻ മതി, അവനെ നീ ഒരു പെണ്ണാക്കി മാറ്റരുത്, ദയവ് ചെയ്ത് നീ കൈയെടുക്ക്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. റോബിൻ ഓൾറെഡി ആ പ്രോസസ്സിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. അവളുടെ വർക്കിന്റെ പവർ അതിപ്പോഴും അവന്റെ ബോഡിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഫ്രാങ്കി നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല, ഫ്രാങ്കിക്കിപ്പോ ഓൾമോസ്റ്റ് മനസ്സിലായി അവൻ ഉറപ്പായിട്ടും ഈ ഐലാൻഡ് വിട്ട് പോവേണ്ടി വരുമെന്ന്. അതൊക്കെ ഓർത്താണ് അവൻ ഡബിൾ എഫക്റ്റില് കരഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ഗ്രാൻമ പറയും, ഫ്രാങ്കി, നീ ഇങ്ങനെ കരയാണെങ്കിൽ അധികം വൈകാതെ വീണ്ടും അടുത്ത അക്വാലോഗ് ഉണ്ടാകും. സോ മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് അവര് പറയുന്ന അനുസരിച്ച് അവരുടെ കപ്പലിൽ കയറി സേഫായി നിന്റെ സ്വപ്നങ്ങളിലേക്ക് പോ. കട്ട് ചെയ്താ ഇപ്പൊ ലൂഫിയുടെ ഗ്രാൻഡ്പ കാർപ്പിനെ കാണിക്കും. കാർപ്പും അവന്റെ ടീംമേറ്റ്സും ചേർന്ന് ഇപ്പൊ ലൂഫിയെ അന്വേഷിക്കുകയാണ്. അതേസമയം ഇവിടെ ഫ്രാങ്കിയും അവന്റെ ടീംസും അവര് പരസ്പരം നോക്കി കരഞ്ഞു കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഫ്രാങ്കിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടീം ഉണ്ടായത് എന്ന് കാണിച്ചു തരും. ഫ്ലാഷ് ബാക്കില് ബാക്ക് സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന ഇവരെ എല്ലാവരെയും ഫ്രാങ്കിയാണ് ഓരോരുത്തരെയായി കണ്ടെത്തി അവന്റെ കൂടെ കൂട്ടിയത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫ്രാങ്കി കൊടുത്തു. അതുപോലെ തന്നെ ആ സ്ക്വയർ മുടിയുള്ള 2 ലേഡീസ്, അവരെയും അവിടെ വെച്ച് തന്നെയാണ് അവന് കിട്ടിയത്. വെള്ളവും കഞ്ചാവൊക്കെ അടിച്ച് അങ്ങനെ കിറങ്ങി നടന്ന അവരെ പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുവന്നതും ഫ്രാങ്കിയുടെ പവറാണ്. അതിനുശേഷം വീണ്ടും ആ സിറ്റിയില് ഭക്ഷണവും വെള്ളവും ജോലിയും ഒന്നുമില്ലാത്ത എല്ലാവരെയും കണ്ടെത്തി ഫ്രാങ്കി ഫാമിലിയാക്കി മാറ്റി ഇത്രയും കാലം അവരെ നോക്കിയത് സാക്ഷാൽ ഫ്രാങ്കിയാണ്. ഇതാ ഫ്രാങ്കി അവൻ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടിക്കരയും. അതിനവര് പറയും, ഇത്രയും കാലവും മാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞങ്ങളുടെ കാര്യം അതെങ്ങനെയെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് മാസ്റ്റർ അനുസരിക്കണം, മാസ്റ്റർ പോണം. അവരങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും സാഞ്ചിയും സോറയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരും. അവർ നിലവിളിക്കും, ലൂഫി ഓടിക്കോ, നിന്റെ ഗ്രാൻഡ്പ അദ്ദേഹം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നിന്നെയും നമ്മുടെ ടീമിനെയും പിടിക്കാനാണ് അവരുടെ ഉദ്ദേശം. ഒരു കാരണവശാലും അവരുടെ കയ്യിൽ പെടാൻ പാടില്ല. ഇത് കേട്ട് ലൂഫി ഫ്രാങ്കിയുടെ ജട്ടി അതങ്ങനെ ഫ്രാങ്കിക്ക് നേരെ നീട്ടും. ഫ്രാങ്കി, ഇതാണ് സമയം, ജട്ടിയിട്ട് കപ്പലിലേക്ക് കയറ്. അതിന് ഫ്രാങ്കി അവൻ സ്റ്റൈലായിട്ട് പറയും, നിങ്ങൾക്ക് ആക്ച്വലി ഈ കപ്പൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല നല്ലൊരു ഷിപ്പ് റൈറ്റ്സിന്റെ കുറവും നിങ്ങളുടെ കപ്പലിലുണ്ട്. സോ ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ കപ്പലിലെ ഷിപ്പ് റൈറ്റ്സ്. അത് കേട്ട് നമ്മുടെ ആൾക്കാര് സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഫ്രാങ്കി ടീമാണെങ്കിൽ സങ്കടത്തിലാഴ്ന്ന് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ ഫ്രാങ്കി അവനവന്റെ ബാഗ് എടുത്ത് അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒരു സെക്കൻഡ് അവന്റെ ബോസ് ടോമിനെ ഓർത്ത് അങ്ങനെ നടന്ന് കപ്പലിലേക്ക് കയറും. അവൻ കപ്പലിലേക്ക് കയറി എല്ലാവരെയും തിരിഞ്ഞു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.